എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 2-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ hscap വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ഇതിന് താഴെയായിട്ട് തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ളത് നോക്കാം. കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞാൽ സിംഗിൾ വിൻഡോ സിസ്റ്റം, അതായത് മെറിറ്റ് സീറ്റിലേക്ക് എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷിച്ച ഒരു അലോട്ട്മെൻറ്റ് ആയിരിക്കും കാൻഡിഡേറ്റ് ലോഗിൻ SWSൽ വരുന്ന അലോട്ട്മെൻറ്റ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഈ ഒരു ജൂൺ 2-ാം തീയതിയാണ് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏത് കാൻഡിഡേറ്റ് ലോഗിനിലാണോ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഒരു ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പച്ച കളറിലും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുവപ്പ് കളറിലും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് നോക്കുക. അതുപോലെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതേസമയം അതിലും അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ പ്രിൻ്റ് എടുത്തിട്ട് സ്കൂളിൽ പോകാം, അതല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാതെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂൾ തന്നെ മതി, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള സ്കൂൾ തന്നെ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള സ്കൂൾ എനിക്ക് താല്പര്യമില്ല, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്നുള്ളത്, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് 1 2 3 4 5 അതുപോലെ തന്നെ 6 7 അതുപോലെ 8 അതുപോലെ തന്നെ 9 10. അപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ഒന്നാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് എങ്കിൽ, നിങ്ങൾ നൽകിയ ഒന്നാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നിർബന്ധമായിട്ടും നേടണം. പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ ഫീസും കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ നേടുന്ന അഡ്മിഷനാണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. പെർമനൻറ്റ് അഡ്മിഷൻ അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനല്ല, നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അതായത് രണ്ടാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ്, അതായത് 8ാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള കോഴ്സ് ഏതാണോ അത് ഏത് സ്കൂളിലാണോ ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമില്ല, അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോഴ്സിലാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് അവിടെ ടെമ്പററി അഡ്മിഷൻ നേടാം. ടെമ്പററി അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ ഒന്നുകിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യാം, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മാത്രം കൊടുത്താൽ മതി, ഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇതാണ് ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ തന്നെ മതി. അത് ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല, മറ്റേതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ തന്നെ മതി, ആ ഒരു സ്കൂളിലെ ആ ഒരു സീറ്റ് തന്നെ മതി എന്ന് തോന്നുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റുകളും അതുപോലെ ഫീസും കാര്യങ്ങളൊക്കെ സ്കൂളിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLC സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാകും. SSLC സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് കൃത്യമായിട്ട് സ്കൂളിൽ കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടി അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടി,
അപ്പോൾ അങ്ങനെയെങ്കിൽ അതായത് ഒന്നാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയത്, രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ അടുത്ത അതായത് അവിടെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുത്തതെന്ന് വിചാരിക്കുക. അതായത് 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ഒന്നുകിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റോ ആയിട്ട് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ സ്കൂളിൽ അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻ ലിസ്റ്റിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നും നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അപ്പോൾ അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനാണോ, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ 8ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടി, ഞാനവിടെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടി, അതിനുശേഷം എനിക്ക് ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും 9ാമത്തെ ആകുമ്പോൾ 10ാമത്തെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. പിന്നീട് ഇതിന് ശേഷം അടുത്ത അലോട്ട്മെൻറ്റിൽ 1 മുതൽ 7 വരെയുള്ള ഓപ്ഷനുകളാണ് പരിഗണിക്കുക. എന്നാൽ എനിക്ക് 3ാമത്തെ ഓപ്ഷൻ എനിക്ക് വേണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് സ്കൂളിൽ നിന്ന് ഒരു ഫോം വാങ്ങി അതിൽ നിന്ന് 3ാമത്തെ ഓപ്ഷൻ ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് അത് പൂരിപ്പിച്ച് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ ഓപ്ഷനെ റിമൂവ് ചെയ്യും. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിലുള്ള 1, 2, 4, 5, 6, 7 എന്നിങ്ങനെ ഓപ്ഷനുകളെ മാത്രമേ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അതേസമയം നിങ്ങൾക്ക് റിമൂവ് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ ഒരു 1 മുതൽ 7 വരെയുള്ള ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ 6ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയാലും ടെമ്പററി അഡ്മിഷൻ നേടിയാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറ്റം, അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടെ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റും മേടിച്ച് അടുത്ത അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ്, അതായത് ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയത് കാരണം അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ നിന്നും അഡ്മിഷൻ ഫീസായിട്ട് അടച്ച ആ ഒരു ഫീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഫീസുകളും നിങ്ങൾക്ക് തിരിച്ചു വാങ്ങി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങി പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഫീസിൻ്റേത് ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ പുതുതായിട്ട് അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ നൽകിയാൽ മതിയാകും. അതുപോലെ കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അത് നിങ്ങൾക്കിപ്പോൾ ഹയർ ഓപ്ഷൻ ഏതെങ്കിലും കൂടിയ, അതായത് ഇപ്പോൾ ആദ്യം കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണ് പിന്നീട് കൊമേഴ്സ് ആണ് കിട്ടിയതെങ്കിൽ അതിനായിട്ട് എക്സ്ട്രാ ഒരു 100 200 രൂപയൊക്കെ എക്സ്ട്രാ ആയിട്ട് വരും, 100 150 ഒക്കെ എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ ഫീസ് കൂടി നിങ്ങൾ അവിടെ അടച്ചാൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ഒരു 8 ഓപ്ഷൻ കൊടുത്തെന്ന് വിചാരിക്കാം. 8 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 8 ഓപ്ഷൻ കൊടുത്ത സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്ന കോഴ്സ് എന്ന് പറയുന്നത് അതായത് 5ാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു 5ാമത്തെ ഓപ്ഷനിൽ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, ആ ഒരു സീറ്റ് തന്നെ മതി, ആ ഒരു ഇനി മറ്റൊരു ഓപ്ഷൻ ഒന്നും വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. എന്നാൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂളിൽ നിന്നും നിങ്ങൾ അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് സ്കൂളിൽ നിന്നും ഫോം വാങ്ങി നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ്, അത് നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ഓപ്ഷൻസിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഓപ്ഷനുകളെ പരിഗണിക്കും അടുത്ത അലോട്ട്മെൻറ്റിൽ. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് ആ ഒരു ഓപ്ഷനുകളൊക്കെ റിമൂവ് ചെയ്യാവുന്നതും അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിങ്ങൾക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതുമാണ്. പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഹയർ ഓപ്ഷൻസ് ഉൾപ്പെടെ നിങ്ങൾ റിമൂവ് ചെയ്യുന്നതോടുകൂടി പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സ്കൂൾ മാറ്റം കിട്ടുമെന്നുള്ള പേടി ആവശ്യമില്ല. അതേസമയം വിദ്യാർത്ഥികൾ ഈ ഒരു ഹയർ ഓപ്ഷൻ, അത് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ പിന്നീട് അതിന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷനും റിമൂവ് ചെയ്യും. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത് ഈ ഒരു 1, 2, 3, 4 എന്നിങ്ങനെയുള്ള, അതായത് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആ ഒരു ബാക്കിയുള്ള 4 ഓപ്ഷനുകളെയാണ് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് ചില വിദ്യാർത്ഥികൾക്ക് ചില സമയത്ത് ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമായിരിക്കും, എനിക്ക് അങ്ങോട്ട് പോവേണ്ട, എനിക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് തന്നെ മതിയെന്ന് പല വിദ്യാർത്ഥികളും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടുകയും നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനുകൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓരോ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ എവിടെയാണോ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടുക. 1ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ടെമ്പററി അല്ല പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടി വരിക. അതേസമയം 2ാമത്തെ ഓപ്ഷനോ മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാവുന്നതും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ മറ്റു ഓപ്ഷനുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ മാറാവുന്നതുമാണ്. അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂൾ കോഴ്സ് എന്നിവ തന്നെ മതി എന്നാണെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതും അതുപോലെ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നുള്ള ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനായിട്ട് സ്കൂളിൽ നിന്നും ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങളും നിങ്ങളുടെ പാരൻസും അതിൽ സൈൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണ് അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്ന ശേഷമാണ് അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ലഭ്യമാവുക.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ നേടണം, അതല്ലെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട്, അതായത് ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് ലഭിച്ച് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം പിന്നീട് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയിലെ കാറ്റഗറി, കാസ്റ്റ് അല്ലെങ്കിൽ റിസർവേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസിലെയും തെറ്റുകൾ കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻസിൻ്റെ തെറ്റുകൾ കാരണമോ സ്കൂളിൽ നിങ്ങൾ അഡ്മിഷന് പോയ സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ തരത്തില്ല എന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കാതെ വരും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനും അതിനുശേഷം അലോട്ട്മെൻറ്റിൽ വീണ്ടും പങ്കെടുക്കുന്നതിനും അവസരം ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂൾ കോഴ്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.